മോഡൽ RS വേരിയന്റ് ആണ്. ഓക്കെ. RS ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ് 1000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. വിത്ത് ഫാൻസി നമ്പർ 1.2 ZXA ആണ്. 1.2 ZXA ആണ്. 3 ZXA ആണ്. വെറും 53 സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 16 മോഡൽ ഡീസലാണ്. ഡീസൽ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് 85,000 കിലോമീറ്ററാണ് വാഹനം വരുന്നത്. ഡീസൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. ഫുൾ കമ്പനി സർവീസ് ആണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ OLXലാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ അത്യാവശ്യം ഒരു ലോ ബഡ്ജറ്റ് അല്ല, ലോ ബഡ്ജറ്റ് തന്നെയാണ്, പക്ഷേ അതിൽ ഒരു മിനിമം ആ ഒരു എന്താ പറയുക മിഡിൽ സെഗ്മെന്റ് ഒരു 3 ലക്ഷം 5 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം രൂപ റേഞ്ചിലുള്ള വണ്ടികളാണ്. അപ്പം അത് നോക്കുന്നവർക്കുള്ള വീഡിയോ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവള താന്നിമൂടാണ്. ട്രിവാൻഡ്രത്ത് നമ്മൾ പാറശാല പോകുന്ന വഴിക്ക് അമരവള താന്നിമൂട് നമ്മുടെ റോജും റോഡുണ്ട്. വീണ്ടും വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, നമ്മുടെ കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെയാണ്. ലോണ് 2011 മുതൽ ലോൺ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിയൊക്കെല്ലാം വാറണ്ടി വരുന്നുണ്ട്. അതായത് 2010 വർഷം പുറകിലോട്ട്, നമ്മൾ ഇന്ന് മുതൽ 10 വർഷം പുറകോട്ടുള്ള വണ്ടികൾക്ക് വാറണ്ടി കൊടുക്കും. അതായത് ഏതാണോ ബ്രാൻഡ് അതായത് ബ്രാൻഡ് ഷോറൂമിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. നേരെ വീഡിയോ ക്യുഡി എന്ന് തുടങ്ങാം. നമുക്ക് ക്യുഡി അങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇത് വണ്ടി 2015 മോഡലാണ്. ഓക്കെ. RXT 1 ലിറ്റർ RXT ആണ്. 1 ലിറ്റർ RXT 86,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് വരുന്നത്. ഓക്കെ. 4 ടയറും പുത്തൻ ടയർ. ടയർ പുതിയ ടയർ ഉണ്ടല്ലേ? വേറെ വലിയ ഡെൻഡോ സ്ക്രാച്ചസ് ഒന്നും മൈനൂട്ട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. RXT വേരിയന്റ് അല്ലേ? RXT വേരിയന്റ് ഏറ്റവും ടോപ്പിന്, അത് ഫുൾ ഓപ്ഷൻ RXT ഉണ്ട്. അതെ, സീറ്റ് ഫാബ്രിക് ആണ്, നീറ്റാണ്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, AC വരുന്നത്, 2 ഡോർ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ. 86,000 കിലോമീറ്റർ അല്ലേ? 86,000 കിലോമീറ്റർ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്ക് 2.10 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. 2.10 നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് എത്ര കയറും? ട്രാക്ക് ഉള്ളവർക്ക് ഫുൾ എമൗണ്ട് ഫിനാൻസ് ചെയ്യാം. അപ്പം അടുത്ത വണ്ടി ക്യുഡ് തന്നെയാണ്. അങ്ങനെ ഇത് വണ്ടി 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് 85,000 കിലോമീറ്റർ. 1 ലിറ്റർ ആണ്. 1000 cc ആണ്. 1 ലിറ്റർ തന്നെയാണ്. വണ്ടി കൊള്ളാം, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 1 ലിറ്ററും 800 തമ്മിൽ വലിയ വ്യത്യാസം മൈലേജ് വരില്ലല്ലോ? ഇല്ല. ഓക്കെ. പവറിൽ ഒരു വേരിയേഷൻ ഉണ്ടെന്നുള്ള വലിയ വ്യത്യാസം വരും. പവർ കുറച്ച് കൂടുതലായിരിക്കും. അത് കുറച്ച് ഫ്രണ്ടിന് പുതിയ ടയറിന് ബാക്ക് ആവറേജ് ആണ്. വേറെ മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. വേറെ ഒന്നുമില്ല. ഓക്കെ. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് തന്നെയാണ്. ഇത് RXL ആണല്ലേ വേരിയന്റ്? RXL സെക്കൻഡ് വേരിയന്റ്. ഓക്കെ. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷെ അത് വെൽ മെയിൻറ്റൈൻഡ് ആണ്, വലിയ കുഴപ്പമില്ല. സ്റ്റീരിയോ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് തന്നെ വരുന്നത്. പക്ഷേ ടെസ്റ്റ് വരില്ല. ഇതിൽ ബ്ലൂടൂത്ത് ഉള്ള സ്റ്റീരിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വണ്ടി കണ്ടീഷൻ ആണല്ലോ? കണ്ടീഷൻ. ഓക്കെ. 1 ലിറ്റർ മാനുവലാണ്, ഓട്ടോമാറ്റിക് അല്ല. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഫൈനലി 2.15 കൊടുക്കാം വിത്ത് 1 ഇയർ വാറണ്ടി. 1 ഇയർ വാറണ്ടി. 1 ഇയർ വാറണ്ടിയോടെ 2.15 കൊടുക്കാം. റെനോൾട്ട് തന്നെ വാറണ്ടി ചെയ്യാൻ പറ്റും? റെനോൾട്ടിന്റെ കമ്പനി വാറണ്ടി ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഫിനാൻസോ? ഫിനാൻസ് സിവിലും ബാക്കിയുള്ളവർക്ക് ഫുൾ എമൗണ്ട് ഫിനാൻസ് ചെയ്യും. സിവിൽ പക്കയാണെങ്കിൽ ഫുൾ എമൗണ്ട് ചെയ്യും. അപ്പോൾ അടുത്ത വണ്ടി ഹോണ്ട ബ്രിയോ. വണ്ടി 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസ് വരുന്ന വെറും 60,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ. നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി വെഹിക്കിളാണ്. വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. വേറെ മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഒരു കുഴപ്പമില്ല. ഹോണ്ട ബ്രിയോ. ഇത് പെട്രോൾ വണ്ടി, മാനുവലാണ് വരുന്നത്. വേറെ ഓപ്ഷൻ വരുന്നില്ല, പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ. ഇന്റീരിയർ ഫാബ്രിക് ആണ്, പക്ഷെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, AC, 4 ഡോർ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ്, എമർജൻസി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ മൈലേജ് എത്ര കിട്ടും ബ്രോ? 12-13 റേഞ്ച്? 12-15 കിട്ടും. മലയടിച്ച 15 രൂപ കിട്ടും. അപ്പോൾ എങ്ങനെ വരാം? നമ്മൾ പ്രതീക്ഷിച്ചത് 3.25 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് എത്ര രൂപ? ഫിനാൻസ് ഒരു 3-3.5 പൈസ കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ. വണ്ടി പെട്രോൾ ആണ്. 2013 ZXA ആണ്. വെറും 53 സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. അന്നത്തെ ടോപ്പ് എൻഡ് വണ്ടി ഏതാ? ആ സമയത്ത് ടോപ്പ് എൻഡ് വണ്ടി. ടോപ്പ് എൻഡ് വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ് 53 കിലോമീറ്റർ. ടയർ കണ്ടീഷൻ ഒരു എബോ 50% വരുമല്ലേ? 50%. വേറെ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണല്ലോ? കമ്പനി സർവീസ് തന്നെയാണ്. ZXA ആണ്. ഓക്കെ. നീറ്റ് വണ്ടി കേട്ടോ, വേറെ ഡെന്റ് ഒന്നുമില്ല അല്ലേ? നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. സീറ്റ് ഉണ്ട്, വൃത്തിയുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ZXA ആകുമ്പോഴത്തേക്കും ഇൻബിൽറ്റ് സ്റ്റീരിയോ വരും, അതേപോലെ AC ഓട്ടോമാറ്റിക്കാണ് വരുന്നത്.
സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക് ZX? നമുക്കൊരു 435 കൊടുക്കാം. 435 നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിളാണ്. ഇതിന് വാറണ്ടി കയറില്ല, പഴയ 13 വാറണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫിനാൻസ് എങ്ങനെ? ഫിനാൻസ് നമുക്കൊരു 3-3.5 ചെയ്യാം. അപ്പം അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയറാണ്. 2016 മോഡൽ ഡീസലാണ്. ഡീസൽ വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പ്, 87,000 കിലോമീറ്ററാണ് വാഹനം വരുന്നത്. ജനുവൻ കിലോമീറ്റർ ആണല്ലോ? ജനുവൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയല്ലേ? അതെ, കമ്പനി സർവീസ് തന്നെയാണ്. ടയർ എന്നാലും ഫ്രണ്ടിൽ പുതിയതുണ്ട്, ബാക്ക് ആവറേജ് കണ്ടീഷനാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. സ്ക്രാച്ചസ് ഒന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, വീഡിയോ വേരിയന്റ് അല്ലേ? അതെ, വീഡിയോ വേരിയന്റ്. ഇന്റീരിയർ സീറ്റ് കവറുണ്ട്, വൃത്തിയുണ്ട് കേട്ടോ, പ്രശ്നമൊന്നുമില്ല. വീഡിയോ ആകുമ്പോഴത്തേക്ക് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC മാനുവലാണ് വരുന്നത്, പവർ സ്റ്റിയറിംഗ്, ടാക്കോമീറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ, ഫോൾഡിംഗ് വരുന്നുണ്ട് ഇല്ലല്ലോ? ഫോൾഡിംഗ് വരുന്നില്ല. ഫോൾഡിംഗ് ഉണ്ടല്ലേ? നമുക്ക് KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കണ്ടീഷൻ വണ്ടിയാണ്. അവർ എന്തായാലും 20 മൈലേജ് കിട്ടത്തില്ലേ? 20 രൂപ കിട്ടും. 22 ലോങ്ങിൽ 22 രൂപ കിട്ടും. മിനിമം എന്തായാലും 18-20 പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കും, സിറ്റിയിൽ പോലും. എത്രയ്ക്ക് കൊടുക്കാം? നമ്മൾ 5-15 പ്രതീക്ഷിക്കുന്നത് നെഗോഷ്യബിളാണ്. വിത്ത് 1 ഇയർ വാറണ്ടിയാണ്. ഫിനാൻസോ? ഫിനാൻസ് എത്രയാണ്? ഫിനാൻസ് നമുക്കൊരു 4-4.25 ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വണ്ടി ഹ്യുണ്ടായി സാൻഡ്രോ. നമ്മളെ ന്യൂ ഷേപ്പ് സാൻഡ്രോ ആണ്. പുതിയ 2021 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പ് വെഹിക്കിളാണ്. ഓക്കെ, കിലോമീറ്ററോ? 47,000 കിലോമീറ്റർ. ടയർ 4 മാറിയിട്ടുണ്ടല്ലേ? ടയർ 4 മാറിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ല, പക്ക AC പാസിംഗ് പവറിൻ്റെ എല്ലാം വരുന്ന വെഹിക്കിളാണ്. കമ്പനി സർവീസ് തന്നെയാണല്ലോ? കമ്പനി സർവീസ്. ഓക്കെ, നല്ല ക്വാളിറ്റി വേണ്ടി, നല്ല ഫാമിലിക്ക് നല്ല പക്ക യൂസ് ചെയ്യാൻ പറ്റുന്നത്. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടികളാണ്. അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്റീരിയർ സീറ്റ് വരില്ല, ഫാബ്രിക് ആണല്ലേ ഇത്? 2 ഡോർ പവർ സ്റ്റിയറിംഗ്, സിംഗിൾ എയർ ബാഗ് അല്ലേ? സിംഗിൾ എയർ ബാഗ് സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് തന്നെ വരുന്നുണ്ട്. ഓക്കെ, വേറെ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, മൈലേജ് എത്ര കിട്ടും സാൻഡ്രോയ്ക്ക്? 15 രൂപ കിട്ടും. സാൻഡ്രോയുടെ മൈലേജ് പറഞ്ഞ് റെക്കോർഡ് ഇട്ടാൽ ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പോൾ എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 365 കൊടുക്കാം, വിത്ത് 1 ഇയർ വാറണ്ടി. 1 ഇയർ വാറണ്ടി. 1 ഇയർ വാറണ്ടിയുടെ 3,65,000 രൂപ. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് 3-3.25 റേഞ്ചൊക്കെ ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ പ്രൈസസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണല്ലോ? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. വണ്ടി ബലെനോ. ഇത് വണ്ടി 2019 മോഡൽ RS വേരിയന്റ് ആണ്. ഓക്കെ, RS ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ്. ഓൺലി ടർബോ വരുന്ന വെഹിക്കിളാണ്. ടർബോ വണ്ടിയാണല്ലേ? ടർബോ വരുന്ന വണ്ടിയാണ്. AC പാസിംഗ് പവറിന്റെ സെൻട്രൽ ലോക്ക്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, ടച്ച് സ്ക്രീൻ സെറ്റ്, പിന്നെ 4 അലോവില്, പിന്നെ 4 ഡിസ്ക് ബ്രേക്കാണ്. റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നത് 4 ഡിസ്ക് ബ്രേക്കാണ്. 4 ടയർ, 4 ഡിസ്കാണ്. 4 ഡിസ്കാണ്. ഓക്കെ, RS ബാഡ്ജിങ് വരുന്നത്. RS ബാഡ്ജിങ്. ഓക്കെ, അലോയ്സ് വരുന്നുണ്ട്. സിംഗിൾ ഓപ്ഷൻ, പക്ക സർവീസ്, പക്ക ഹൈ ക്വാളിറ്റി വെഹിക്കിളാണ്. ടയർ 4 ഫുൾ കണ്ടീഷൻ ആണല്ലേ? ടയർ 4 ഫുൾ കണ്ടീഷൻ ആണ്. ഇന്റീരിയർ നീറ്റ് ആണ് കേട്ടോ, സീറ്റ് ഹൈ ക്വാളിറ്റി വെഹിക്കിളാണ്. ക്ലീൻ ആയിരിപ്പുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ വേറെ 92 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 90 ലാസ്റ്റ് സർവീസും കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഓട്ടോമാറ്റിക് AC, പവർ സ്റ്റിയറിംഗ്, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ടോപ്പ് എൻ്റെ വണ്ടി. ഓക്കെ, KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് വിത്ത് വാറണ്ടിയുടെ ചേർത്ത് നമുക്കൊരു 5-65 ഫൈനൽ കൊടുക്കാം. വിത്ത് വാറണ്ടി, വാറണ്ടി. ഫിനാൻസോ? ഫിനാൻസ് നമുക്ക് 5-5 അടുപ്പിച്ച് കഴിക്കാം. അടുത്ത വണ്ടി ഹോണ്ട അമൈസ്. 2019 മോഡൽ, 51,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഫാൻസി നമ്പർ 0099 അല്ലേ? ഓക്കെ, ടയർ 4 പുതിയ ടയറുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് എസ് വേരിയന്റ് ആണ്. AC പാസിനും ഫോട്ടോ പവറിന്റെ സെൻട്രൽ ലോക്ക്, പിന്നെ സീറ്റ് കവർ പ്രീമിയം, നല്ല കൂടിയ പ്രീമിയം സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അമേസ് പെട്രോൾ അല്ലേ വണ്ടി? പെട്രോൾ മാനുവൽ വണ്ടി. ഓക്കെ, കമ്പനി സർവീസ് ആണല്ലോ? കമ്പനി സർവീസ് തന്നെയാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല വൃത്തിയായിട്ട്, നല്ല സൂപ്പർ, നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, എയർ ബാഗ് ഡ്യൂൽ വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉണ്ടല്ലേ? കണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. മൈലേജ് എന്തായാലും ഒരു 12-13 ആ റേഞ്ച് വരൂലേ? 15 കിട്ടും. പുതിയ അമേസിന് മൈലേജ് ഉണ്ടല്ലോ പെട്രോളിന്. എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് വിത്ത് 1 ഇയർ വാറണ്ടി. 1 ഇയർ വാറണ്ടിയോടെ 5,65,000 രൂപ. 5,65,000. ഫിനാൻസ് എത്ര കയറും? കേട്ടില്ല. ഫിനാൻസ് നമുക്ക് 5 ലക്ഷം മേലെ ചെയ്യാൻ പറ്റും.
അപ്പോൾ അടുത്ത വണ്ടി വാഗണർ. വണ്ടി 2021 മോഡൽ വാഗണർ 1.2 ZXA ആണ്. 1.2 ZXA ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് 61,000 കിലോമീറ്റർ. കമ്പനി സർവീസിനാണല്ലോ അല്ലേ? കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, വണ്ടി നീറ്റാണോ? സ്ക്രാച്ച് ഡേറ്റോ കാര്യങ്ങളൊന്നുമില്ല. മൈന്യൂട്ട് ബമ്പറിൽ ചില സ്ക്രാച്ചസേ ഉള്ളൂ. ടയർ കണ്ടീഷൻ ഒരു 50% ടയർ ഉണ്ടല്ലേ? 50% ഉണ്ട്. ഇന്റീരിയറിന് സീറ്റ് കവറുണ്ട്, നല്ല വൃത്തിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ZX ആകുമ്പോഴത്തേക്ക് എല്ലാം വരുമല്ലോ? എല്ലാം വരുന്നത്. അതെ. ഓക്കെ, സെറ്റ് സ്റ്റിയറിംഗ് കൺട്രോൾ, മിറർ അഡ്ജസ്റ്റബിൾ ഫോൾഡബിൾ ആണ്. ഡ്യുവൽ എയർ ബാഗ്, റിയർ വൈപ്പർ. ഓക്കെ, ടാക്കോമീറ്റർ വരുന്നുണ്ട് അതിനകത്ത്? വരുന്നുണ്ട്, ടാക്കോമീറ്റർ വരുന്നു. ഓക്കെ, മിറർ ഫോൾഡിംഗ് അടക്കം എല്ലാം വരുന്നുണ്ട്? എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ZX ആണെങ്കിലും അലോയ്സ് വരുന്നില്ല. ആ സമയം 2023 ശേഷം അലോയ്സ് ഒന്നും വരത്തില്ല. അത്യാവശ്യം വേണ്ട ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നമ്മൾ സെയിം സ്വിഫ്റ്റ് ഓടി ആ ഒരു ബോഡി ഷേപ്പ് വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. 1.2 ലിറ്റർ അല്ലേ വരുന്നത്? പിന്നെ 4 സിലിണ്ടർ. എത്രയൊക്കെ കൊടുക്കാം നമുക്ക്? 1 ഇയർ വാറന്റിയോടെ ചേർത്ത് 5,55,000 കൊടുക്കാം. 5,55,000 വിത്ത് 1 ഇയർ വാറന്റി, മാരുതിയുടെ വാറന്റി. ഫിനാൻസ് മാക്സിമം 5 ലക്ഷം, 4,5 ലക്ഷം രൂപ ചെയ്യാം. അപ്പോൾ അടുത്ത വണ്ടി ഈക്കോ വണ്ടി 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, വെറും 19,000 കിലോമീറ്റർ ഓടിയ ഈക്കോ AC. 19 കിലോമീറ്റർ വരുള്ളൂ. AC വെക്കണം. AC ഉള്ള വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഫ്രണ്ടിൽ പുതിയ ടയർ ഉണ്ടല്ലേ? ഫ്രണ്ട് പുതിയ, ബാക്ക് കമ്പനി സ്റ്റോക്ക് ടയർ തന്നെയാണ്. സ്റ്റോക്ക് ടയർ, അത് ആവറേജ് ആണ്. വണ്ടി ബോഡിയൊക്കെ നീറ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ ഡെന്റോ സ്ക്രാച്ചസ് ഒന്നുമില്ല. കാണാം. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. സീറ്റ് കവറുണ്ട്, നല്ല വൃത്തിയുണ്ടല്ലേ? ഈ സാധനങ്ങളൊന്നും അടിച്ചാലും ഫാമിലി യൂസറാണ്, കാരണം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. AC വരുന്നുണ്ട്, വേറെ ഒന്നും വരുന്നില്ല. AC ഫാസ്റ്റ് വരില്ല. ഈക്കോയ്ക്ക് മൈലേജ് എത്രയാണ് ബ്രോ? ഒരു 12-13. 1.2 ലിറ്ററിലേ വരുന്നത്. 1.2 ലിറ്റർ. ഓക്കെ, ഇപ്പം എങ്ങനെയാണ് വില? നമുക്ക് ഈ വണ്ടിക്ക് 1 ഇയർ വാറന്റി കൊടുക്കാം. 1 ഇയർ വാറന്റിയോടെ ചേർത്ത് 4,40,000 രൂപ കൊടുക്കാം. 4,40,000 വിത്ത് 1 ഇയർ മാരുതിയിലുള്ള വാറന്റി. മാരുതിയിൽ തന്നെ സർവീസ് ചെയ്യാം. ഓക്കെ, ഫിനാൻസ് അപ്പോൾ എത്രയാകും? ഫിനാൻസ് ഒക്കെ 4 രൂപ നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി ഹോണ്ട WRV. ഇത് വണ്ടി 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും, ഏറ്റവും ടോപ്പ് ആൻഡ് വെഹിക്കിളാണ്. കിലോമീറ്ററോ? അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു XUV സെഗ്മെന്റ് എന്ന് പറയാം. കിലോമീറ്റർ 90,000 കിലോമീറ്റർ. ഓക്കെ, ഫുൾ കമ്പനി സർവീസ്. 91,000 കിലോമീറ്റർ. 90 ആ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, S ആണ് വേരിയന്റ് വരുന്നത് അല്ലേ? ടയർ കണ്ടീഷൻ അത്യാവശ്യം ഒരു 80% ടയർ ഉണ്ട്. അലോയ്സ് വരുന്നുണ്ട്. ഓക്കെ, സ്റ്റീറിംഗ് സീറ്റ് ഫാബ്രിക്കാണ്. AC പാസ്, ഫോർ പവർ വിൻഡോ, കമ്പനി മിഷൻ, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ, ഫോൾഡബിൾ, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. സ്റ്റീരിയോ ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉണ്ട് അല്ലേ? ടാക്കോമീറ്റർ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക്, മിറർ ഫോൾഡിംഗ് എല്ലാം വരുന്നുണ്ട്. WRV എങ്ങനെ മൈലേജ് കിട്ടുന്നത് പെട്രോളിന്? 15 വരെ കിട്ടും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫുള്ളി കമ്പനി സർവീസ് ആണ്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ സർവീസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് വിത്ത് 1 ഇയർ വാറന്റിയോടെ ചേർത്ത് 5,60,000 രൂപ കൊടുക്കാം. 5,65,000. അടുത്ത വണ്ടി ഡ്രൈവർ. ഇത് വണ്ടി 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, 84,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. 7 സീറ്റ് ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. 4 ടയർ പുതിയ ടയറാണ്. 4 ടയറും പുതിയതുണ്ടല്ലേ? ഓക്കെ, ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ടല്ലേ ബ്രോ? എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്റീരിയർ 7 സീറ്റ് ആണ്, പക്ഷേ പറ്റിയാണ്. സീറ്റ് കവറുണ്ട്, വൃത്തിയായിട്ട് ഇരിപ്പുണ്ടല്ലേ? ബഡ്ജറ്റ് എടുക്കുന്നവർക്ക് ഒരു മോഡലുള്ള നല്ലൊരു വണ്ടി എടുക്കാം. ഓക്കെ, സ്റ്റീരിയോ ഇൻബിൽറ്റ് വരുന്നുണ്ട്. 4 പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. 84,000 കിലോമീറ്റർ ഓടി. 84,000 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഡ്രൈവർ എങ്ങനെ മൈലേജ് വരുന്നത്? 18 മോളൊക്കെ സുഖമായിട്ട് കിട്ടും. ഓക്കെ, ഓട്ടോമാറ്റിക് ആയാലും കിട്ടും. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, കമ്പനി സർവീസിനാണ്. എത്രയ്ക്ക് കൊടുക്കാം? 5,000 പ്രതീക്ഷിക്കുന്നത് വിത്ത് 1 ഇയർ വാറന്റി. വാറന്റി ചേർത്ത് 5,000 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് എത്ര രൂപ? അപ്പോൾ ഫിനാൻസ് നമുക്കൊരു 4 to 5 രൂപ ഒക്കെ നോക്കാം. അപ്പോൾ റോജൻ ബ്രോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? തീർച്ചയായും. നമ്മൾ കുറേ അത്യാവശ്യം വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. കൂടുതൽ വാറന്റി ഉള്ള വെഹിക്കിൾസ് ആണ് കൂടുതൽ കാണിച്ചിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ കാണാം.